കോഴിക്കോട് സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ വ്യാജ ഫോമുകൾ വ്യാപകമായി വീടുകളിൽ നൽകിയെന്ന UDF നേതാക്കളുടെ പരാതി. കൊടിയത്തൂർ പഞ്ചായത്തിലെ 3-ാം വാർഡിലെ വിവിധ വീടുകളിലാണ് പരാതി നൽകിയിട്ടുള്ളത്. ഈ വ്യാജ ഫോം നൽകിയിട്ടുള്ളത് എന്നാണ് ആരോപണം. വാർഡിലെ LDF സ്ഥാനാർത്ഥിയുടെ ബന്ധുവാണ് ഇത്തരത്തിൽ ഫോമുകൾ വീടുകളിൽ വിതരണം ചെയ്യുന്നതെന്നാണ് പരാതി. ഇന്നലെ ഉച്ചയ്ക്കാണ് വീടുകളിൽ ഫോമുകൾ തന്നതെന്ന് വീട്ടുകാർ പറഞ്ഞു. പിന്നെ അവിടെ ഈ 3-ാം വാർഡിലെ സ്ഥാനാർത്ഥിയിൽ നിന്ന് ഓരോ ഭർത്താവിൻ്റെ ജ്യേഷ്ഠനാണ് ഇന്നലെ ഒരു ഉച്ച സമയത്താണ് കൊണ്ടുതന്നത്. എന്നിട്ടത് പൂരിപ്പിച്ച് കൊടുത്താൽ മതി അത്രേ പറഞ്ഞിട്ടുള്ളൂ, വേറൊന്നും പറഞ്ഞു. ഇത്തരത്തിലൊരു ഫോം സർക്കാർ ഇറക്കിയിട്ടില്ലെന്നും വോട്ട് സ്വാധീനിക്കാൻ വേണ്ടി ഇടതുപക്ഷം ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇതെന്നും ഇലക്ഷൻ കമ്മീഷനിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് UDF നേതാക്കൾ. കൊടിയത്തൂർ പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ ഇത്തരത്തിലുള്ളൊരു ഫോം വ്യാപകമായിട്ട് വിതരണം ചെയ്യുന്നുണ്ട്. ഈ സ്ത്രീ സുരക്ഷാ പദ്ധതി അപേക്ഷാ ഫോറം എന്നുള്ള നിലക്കാണ് ഇത്തരത്തിലൊരു പദ്ധതി. ഈ പദ്ധതി സർക്കാർ ഇലക്ഷന് വേണ്ടി നേരത്തെ പ്രഖ്യാപിച്ചു എന്നുള്ളതല്ലാതെ അതിൻ്റെ ഒരു നടപടിക്രമങ്ങളും അതിൻ്റെ രീതിയിലേക്ക് സർക്കാർ പിന്നെ മുന്നോട്ട് പോയിട്ടില്ല. അത്തരം ഒരു പദ്ധതിക്ക് വേണ്ടി വ്യാജമായ അപേക്ഷാ ഫോറം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടി LDFന്റെ 3-ാം വാർഡിലെ സ്ഥാനാർത്ഥിയുടെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠനാണ് ഇത് വീടുകളിൽ വിതരണം ചെയ്യുന്നത്. ഇവിടെ അസ്കർ എന്നാണ് അയാളുടെ പേര്. സ്ഥാനാർത്ഥിയുടെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠനാണ്. ഇത് കൃത്യമായി ഇലക്ഷനെ സ്വാധീനിക്കാനും വോട്ടിനു വേണ്ടിയും ചെയ്യുന്ന ഒരു പ്രവണതയാണ്. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ അടക്കമുള്ള ആളുകളെ ഈ പരാതിയായിട്ട് ഞങ്ങൾ സമീപിക്കും. ഇത്തരത്തിൽ ഗ്രാമപഞ്ചായത്തോ അല്ലെ സർക്കാരോ ഒരു ഉത്തരവ് പോലും ഇല്ലാത്ത ഒരു പദ്ധതിയുടെ പേരിൽ ഇങ്ങനെ വ്യാജമായ അപേക്ഷാ ഫോറം സമർപ്പിച്ച് ജനങ്ങളെ വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മാത്രം പ്രവൃത്തിയാണ്. അതുകൊണ്ട് നടപടിയുമായി ഐക്യജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകും.